ഞാൻ സുബ്രഹ്മണ്യ മാസ്റ്റർ മാത്തമാറ്റിക് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥി ആണ്. മൊബൈൽ നമ്പർ 8139062370. ഇത് ഞാനൊരു പ്രഭാഷണം നടത്തുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. വിഷയം: സുരക്ഷിതമായി ഈ സമൂഹത്ത് എങ്ങനെ നിലനിൽക്കാം. ഈ സമൂഹത്തെക്കുറിച്ച് ആദ്യമായ ഒരു അവബോധം എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തോടുകൂടി ഇന്നത്തെ നമ്മുടെ സമൂഹം വളരെ അധികം പ്രലോഭനങ്ങൾ നൽകുന്നതായിട്ടുള്ള ഒരു സമൂഹമാണ്. ഇത്തരം ഒരു സമൂഹത്തിൽ നമുക്ക് നിലനിൽക്കണം എന്ന് ഉണ്ടെങ്കിൽ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ഒരു കഴിവ് നേടേണ്ടത് അനിവാര്യം തന്നെയാണ്. പ്രലോഭനങ്ങളെ എങ്ങനെയാണ് മറികടക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. ആദ്യം, ആരൊക്കെയാണ് നമ്മളെ പ്രലോഭനപ്പെടുത്തുന്നത്? രാഷ്ട്രീയക്കാർ, അതേപോലെ വ്യവസായികൾ, അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളവർ, അതേപോലെ തന്നെ സിനിമ സീരിയൽ മേഖലയിൽ ഉള്ളവർ, ഇവരെല്ലാവരും സമൂഹത്തെ പ്രലോഭിപ്പിച്ച് കാര്യം സാധിക്കുന്നവരാണ്. വ്യവസായികൾക്ക് തങ്ങളുടെ ഉൽപ്പന്നം വിൽക്കണം എന്ന് ഉണ്ടെങ്കിൽ അത് ജനങ്ങളെ പ്രലോഭിപ്പിച്ചു മാത്രമേ കഴിയുകയുള്ളൂ. ഉദാഹരണത്തിന്, അക്ഷയ തൃതീയ നാളിൽ സ്വർണം വാങ്ങിയാൽ വീട്ടിൽ ഐശ്വര്യം വരും എന്ന് പറയുന്നത് ഒരു പ്രലോഭനം മാത്രമാണ്. യഥാർത്ഥത്തിൽ വ്യവസായികൾ അവിടെ ഉദ്ദേശിക്കുന്നത് അക്ഷയ തൃതീയ നാളിൽ നിങ്ങൾ സ്വർണം വാങ്ങിയാൽ ഞങ്ങളുടെ ഐശ്വര്യം വർദ്ധിക്കും എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള ആ ഒരു പരസ്യത്തിൻ്റെ ഉദ്ദേശം തന്നെയാണ്. ഇതിൽ എങ്ങനെയാണ് ഈ പരസ്യം വളരെയധികം പ്രചാരം നേടിയത്? ഒന്ന്, സ്വർണം എന്ന് പറയുന്നത് മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന ഒരു ലോഹം തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളെ ഇത് വളരെയധികം പ്രലോഭിപ്പിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു പരസ്യം വന്നപ്പോൾ സ്ത്രീ ജനങ്ങൾ അത് മുതലാക്കുകയാണ് ചെയ്യുന്നത്. സ്ത്രീ ജനങ്ങൾ ഈ ഒരു പരസ്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് പ്രചാരം നൽകിയപ്പോൾ അതൊരു വലിയ സംഭവമായി മാറി. സ്ത്രീ ജനങ്ങളുടെ പിന്നിൽ നിൽക്കേണ്ടതായിട്ടുള്ള പുരുഷന്മാർ ഇത് അനുസരിക്കാതെ യാതൊരു നിവൃത്തിയുമില്ല എന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവർ ഇത്തരം പരസ്യത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പരസ്യത്തിന് ഇത്രയും പ്രചാരം ലഭിച്ചത്. അതേപോലെ തന്നെ വളരെയധികം സന്ദർഭങ്ങളിൽ
നമ്മൾ പ്രലോഭിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സിനിമാ മേഖലയിലുള്ളവർ നമ്മുടെ മനസ്സിനെ പ്രലോഭിപ്പിച്ച് അവരുടെ കാര്യം സാധിക്കുന്നവരാണ്. സിനിമയിൽ അവർ ഭാവനാ സൃഷ്ടികളാണ് നൽകുന്നത്. പല ചരിത്ര സംഭവങ്ങളും അവർ അവരുടെ ഭാവനാ സൃഷ്ടിക്കനുസരിച്ച് മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ചരിത്രം പോലും സിനിമക്കാർ മാറ്റി എഴുതുന്ന ഒരു സംഭവമാണ്. യഥാർത്ഥ ജീവിതത്തെ സിനിമയാക്കിയ അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ എന്ന വ്യക്തികളൊക്കെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അത്തരം സിനിമകൾക്ക് ഒരു തരത്തിൽ പോലും പ്രചാരം ലഭിച്ചിരുന്നില്ല. ഒരു പോലീസുകാരനെ ഒരു നായകൻ തല്ലുന്നത് വളരെ താല്പര്യത്തോടു കൂടിയാണ് ജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു താല്പര്യമുണ്ട്. അത് സിനിമയിൽ കാണുമ്പോൾ അവരത് പ്രലോഭനത്തിന് വിധേയമായി കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സിനിമാ മേഖലയിലുള്ളവർ ഇതിലെ പ്രലോഭനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അതേപോലെ തന്നെ രാഷ്ട്രീയക്കാർ അവർ ഇതൊക്കെ ചെയ്തു തരാം, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത വർഷത്തെ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞ് അവർ ജനങ്ങളെ പ്രലോഭിപ്പിക്കുന്നവരാണ്. സീരിയൽ അഭിനേതാക്കളും ഇതേപോലെ തന്നെ വീട്ടിലിരിക്കുന്നതായിട്ടുള്ള സ്ത്രീ ജനങ്ങളെ മുഴുവനും കണ്ണീരിലാഴ്ത്തി അവരെ പ്രലോഭിപ്പിച്ച് കാര്യം സാധിക്കുന്നവർ. ഇങ്ങനെ പല രീതിയിലുള്ള പ്രലോഭനങ്ങൾക്കും നമ്മൾ വിധേയമാണ്. ഇതുകൂടാതെ പല വ്യക്തികളും നമ്മളെ ഇതിലൂടെ പ്രലോഭിപ്പിക്കാറുണ്ട്. എന്നാൽ ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു സമൂഹത്തെ ജീവിക്കുക? അതിനു മുമ്പായി ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തോടു കൂടി തന്നെ മനുഷ്യനെ ലോകത്തെ പല ഭാഗത്തു നിന്നുള്ളതായിട്ടുള്ള വിവരങ്ങൾ വളരെ എളുപ്പത്തിൽ നമ്മളിലേക്ക് എത്തിച്ചേരുകയും അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഗുണവും, അല്ലാതെ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ സമൂഹത്തിന് നാശനവുമാണ് ഉണ്ടാവുക. ഇങ്ങനെ പല രീതിയിലും സമൂഹം പ്രലോഭനത്തിന് വിധേയമായി അതിൽ ജീവിക്കുന്നതായിട്ടുള്ള ജനത എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ വ്യാകുലപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിലെല്ലാം നമുക്ക് ഒന്നും പറയാനായി സാധ്യമല്ല. ഈ പ്രലോഭനങ്ങളെ നമ്മുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് മറികടക്കുക എന്ന ഒരു കാര്യം മാത്രമാണ് ഇവിടെയുള്ള ജനങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ആയതിനാൽ വിദ്യാഭ്യാസത്തിലൂടെ അവർ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുകയാണെങ്കിൽ ആ സമൂഹത്തിൽ വളരെ രസകരമായി ജീവിക്കുവാനായി കഴിയും.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഒരു പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ? യന്ത്ര ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ സാധിക്കുക. ഇത് ദോഷമാണോ ഗുണമാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാണോ സ്വാഭാവിക ബുദ്ധിയും യാന്ത്രിക ബുദ്ധിയും ഒരുമിച്ച് ഉപയോഗിക്കുന്നത് അവർക്ക് ഇത്